ഈ മാസം 25-ന് ആരംഭിക്കുന്ന നിയമസഭാ ബജറ്റ് സമ്മേളനം മാർച്ച് 27 വരെ നീണ്ടുനിൽക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് എംഎൽഎമാരും പങ്കെടുക്കുന്ന ഡൽഹി സമരം, UDF പ്രചരണ ജാഥ എന്നിവ കണക്കിലെടുത്ത് ഫെബ്രുവരി 6 മുതൽ 11 വരെയുള്ള തീയതികളിൽ സഭാ സമ്മേളനം ഉണ്ടാകില്ല. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനമാണ് ഈ മാസം 25-ന് ആരംഭിക്കുക. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാകും സമ്മേളനം തുടങ്ങുകയെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. 15ാമത് കേരള നിയമസഭയുടെ 10ാം സമ്മേളനം 2024 ജനുവരി 25-ാം തീയതി ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുകയാണ്. ജനുവരി 29, 30, 31 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ഫെബ്രുവരി 5-ന് ഈ വർഷത്തെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. ഭരണകക്ഷിയുടെ ഡൽഹി സമരം, UDFന്റെ പ്രചാരണ ജാഥ എന്നിവ കണക്കിലെടുത്താണ് ഫെബ്രുവരി 6 മുതൽ 11 വരെ സമ്മേളനം ഒഴിവാക്കിയത്. എന്നാൽ സ്പീക്കർ ഇക്കാര്യം തുറന്നു പറയാൻ തയ്യാറായതുമില്ല. 6 മുതൽ 11 വരെ ഗവൺമെന്റ് ഞങ്ങൾ ഷെഡ്യൂൾ കൊടുത്തു. ഗവൺമെന്റ് തന്ന ഷെഡ്യൂളാണ് ഇങ്ങനെ. മുഖ്യമന്ത്രിയുടെ കൺവീനിയൻസ് ഇതൊക്കെ ആലോചിച്ചാണ് അന്നല്ലേ വെച്ചത്. ഞങ്ങൾ ഈ ഷെഡ്യൂൾ തീരുമാനിക്കുമ്പോൾ LDFന്റെ സമരത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നീട് നിങ്ങളെപ്പോലെ പത്രത്തിലാണ് പറഞ്ഞത്. ഫെബ്രുവരി 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഫെബ്രുവരി 15 മുതൽ 25 വരെയുള്ള കാലയളവിൽ സബ്ജക്ട് കമ്മിറ്റികൾ യോഗം ചേരുന്നുണ്ട്. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 20 വരെയുള്ള കാലയളവിൽ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്യും. വിവിധ ഭേദഗതി ബില്ലുകളും സഭയിൽ ചർച്ചയ്ക്കെത്തുന്നുണ്ട്. ഇക്കാലയളവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സഭാ സമ്മേളനം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യും. ജനം, തിരുവനന്തപുരം.